നാളത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേണു ആണെങ്കിലും അനിയടുത്ത് പറയുമായിരിക്കും, എൻ്റെ മോളെ നീ നല്ലപോലെ നോക്കൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഇത്തവണ ഞാൻ പറഞ്ഞു വിടുന്നത്. ഇനി മോൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും. പിന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും വേണുവിനെ. അത് കഴിഞ്ഞ് ഗോവിന്ദും കനകയും സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, മോള് പോയതിലൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. മോൾക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയമാണ്, റെസ്റ്റ് വേണ്ട സമയമാണ്, എന്താവുന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അവർ തറവാട്ടിലെത്തുകയായിരിക്കും ദേവയാനിയും നയനയും. അപ്പോൾ അവിടെ അനാമിക എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അനാമികയാണെങ്കിലും ദേവയാനി ആദ്യം കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ചിരിക്കുകയായിരിക്കേ. അത് കഴിഞ്ഞ് നമ്മുടെ നയന ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഷോക്കായിട്ട് ഇങ്ങനെ വായും പൊളിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. അനാമികയാണെങ്കിലും ജലജയാണെങ്കിലും ജാനകിയാണെങ്കിലും എല്ലാവരും നയനെ കാണുമ്പോൾ വായും പൊളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. കാരണം ദേവയാനി വിളിച്ചുകൊണ്ട് വരുന്ന അവരൊരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വാ പൊളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്.